നമസ്കാരം. പറയാനുള്ളത് നമ്മുടെ MLA PV അൻവർ തുടർച്ചയായി നടത്തുന്ന അദ്ദേഹത്തിന്റെ വെല്ലുവിളികളും പ്രസ്താവനകളൊക്കെ ഇപ്പോൾ ഇന്നലെയാണ് നമ്മുടെ നിലമ്പൂർ ചന്തക്കുന്ന് വെച്ചിട്ടുള്ള അയാളുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടന്നിട്ടുള്ളത്. ആ യോഗത്തിൽ ഞാൻ വ്യക്തിപരമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പോയി, ഞാനും എൻ്റെ ഒരു സുഹൃത്ത് നവാസും കൂടി അവിടെ പോയി. എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി പോയതാണ്, അൻവറെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതല്ല. അപ്പൊ അവിടെ പോയി നോക്കിയപ്പോ എന്താ വെച്ചാൽ കുറെ ആളുകൾ അങ്ങനെ വന്നവരാണ്, എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ച പല കാര്യങ്ങളും അതിലേക്കാണ് പതുക്കെ പതുക്കെ അങ്ങനെ പോകുന്നത്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്, ഓൾറെഡി VD സതീശനുമായിട്ട് ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ അൻവർ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും അപ്പം പാർട്ടിയായിട്ട് എങ്ങനെ പോവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതും ആദ്യം തന്നെ പാർട്ടിക്കാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ലേറ്റസ്റ്റ് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു 5 മിനിറ്റ് മുമ്പ് റിപ്പോർട്ടഡ് ടിവിയില് ലൈവ്, റിപ്പോർട്ടഡ് TV ആണോ 24 ആണെന്ന് കറക്റ്റ് ലൈവ് നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാല്, ഈ ഒരു മാസം മുമ്പ് തന്നെ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും പല കാരണങ്ങൾ ഉണ്ടാക്കി പാർട്ടിയിൽ നിന്ന് പോകുമെന്നും ഓൾറെഡി മുഖ്യമന്ത്രിക്കാണെങ്കിലും ബാക്കി പാർട്ടി സെക്രട്ടറിക്കൊക്കെ അറിയാമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള പ്രസ്താവന അവരുടെ ഭാഗത്ത് വന്നത്. ഇനി എന്തെന്നെ ആയാലും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അൻവർ ഒറ്റയ്ക്ക് എന്തായാലും അൻവറിന് ഒരു നിലനിൽപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ അൻവർ UDFന്റെ ഭാഗമായിട്ട് നിൽക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് പോസിബിൾ ആണോ, എങ്ങനെയാണ് UDFന്റെ അണികൾ എങ്ങനെയാണ് അത് സ്വീകരിക്കുക എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു വ്യക്തതയില്ല. എനിക്ക് ആദ്യമേ ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, ഇവര് ഈ പ്ലാൻ ചെയ്യുന്നത് അൻവറിന്റെ ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുത്തു. അൻവർ പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ട് എന്നും നമ്മൾ സമ്മതിക്കുന്നു. ഏറെക്കുറെ എല്ലാം ശരിയാണെന്നല്ല, ഏറെക്കുറെ ശരിയാണെന്നും നമ്മൾ സമ്മതിക്കുന്നുണ്ട്. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ശരിയാക്കാനുള്ള സമയം കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞതിൽ ഒരുപാട് അൻവറിനെ സപ്പോർട്ട് ചെയ്യാൻ സംസാരിച്ചു. പക്ഷെ ഇപ്പോ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഫൈനലി അല്ല, സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ അയാൾ പറയുന്ന കാര്യമുണ്ടല്ലോ എന്നുള്ള രീതി. പക്ഷെ ഇവിടെ എവിടെയാണ് വിരോധം വരുന്നത് അറിയോ? ഇപ്പൊ ഒരു 5 മിനിറ്റ് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുള്ള ആ സംഭവം, അത് ഒരു മാസം മുന്നേ VD സതീശനായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അവിടെ കാര്യം വ്യക്തമായി. കാരണം എന്താ, എന്തായാലും ഇറങ്ങും, എന്തായാലും മാറുക, അതിലേക്ക് പോവുക, അത് അതിനുള്ള വാഗ്ദാനങ്ങൾ കിട്ടിയേക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോ ഇവിടെ ബിസിനസ് പരമായിട്ട് കള്ളക്കടത്തുകൾ കുറെ സംഭവങ്ങളുണ്ട്, എന്തോലും ആവട്ടെ, നമുക്ക് പറയാൻ പറ്റില്ല. അതിന് സപ്പോർട്ട് കിട്ടിയേക്കാം, അറിയില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മൂപ്പരുടെ ഉദ്ദേശം വ്യക്തമാണ്. കാരണം എന്താ, ഇറങ്ങുമ്പോ കംപ്ലീറ്റ് ആയിട്ട് പണിയെടുത്തിട്ട് ഇറങ്ങാം, ഇതാണ് ഉദ്ദേശം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ പോലെ എങ്ങനെ അണികൾ സ്വീകരിക്കുന്നുള്ളത്? എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത്? കാരണം ഇവര് UDFകാർ മുന്നോട്ട് UDFകാർ സ്വീകരിക്കാത്ത പ്രശ്നമല്ല. നിലമ്പൂർ മണ്ഡലത്തിൽ അൻവറിന് സീറ്റ് കിട്ടും, അത് ഉറപ്പ് പറയാൻ. കാരണം ഓൾറെഡി ഇവിടെ 2 മത്സരാർത്ഥികൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആയുടെ ഷൗക്കത്തും നിലമ്പൂർ വേണ്ടെന്നുള്ളതായിരിക്കും പുള്ളിക്കാരുടെ ഉദ്ദേശം. അങ്ങനെയൊക്കെ ഓക്കെ. കാരണം ഇതെന്താ ഒരു കാര്യം കൂടി ആലോചിക്കണം. കാരണം ഇന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ഇപ്പൊ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്തോ ആട്ടെ, അന്വേഷിക്കാനുള്ള സമയം വ്യക്തമായിട്ട് കൊടുത്തിട്ടില്ല. 2, ഇപ്പൊ ADGPന്റെ കാര്യത്തില് കുറെ മുമ്പ് പറഞ്ഞാണ്. അപ്പൊ ഒരുപാട് മുമ്പേ ഇത് എന്താണ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അന്വേഷണം വന്നിട്ടില്ല. അതുപോലെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശശി, അത് നമ്മുടെ പിണറായിന്റെ, അതിലൊരു തീരുമാനം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. അത് പിന്നെ പുള്ളിക്കാരന് ഒരു കാര്യം നമുക്ക് ചിന്തിച്ചറിയാം, ശശി എന്ന് പറയുന്നത് പാർട്ടി തീരുമാനിച്ചിട്ടുള്ള ആളാണ്, അല്ലാതെ എക്സാം എഴുതി ജയിച്ചു വന്ന ആളൊന്നുമല്ല. അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, മാറ്റുന്നത് അതുപോലെ കാര്യം, അത് പോട്ടെ. പക്ഷെ അപ്പൊ ഇങ്ങനെ ഒരു സമയം കൊടുത്തിരുന്നെങ്കിൽ, വ്യക്തമായ ഒരു സമയം, ഇവര് വെറും വാക്ക് പറയല്ലാതെ ഇത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് സമയം കൊടുത്തിട്ടില്ല. കാരണം ഇത് വലിയ ആരോപണം ആയതിനു ശേഷം സമയം കൊടുത്തിരുന്നെങ്കിൽ അത് അന്വേഷിക്കുകയും അതിന് തക്കതായ രീതിയിൽ ഒരു മറുപടി വരികയും ചെയ്തിരുന്നു. കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, പാർട്ടി CPM ആണ് ഒരു സ്ട്രോങ് ആയിട്ട് കണ്ടെത്താൻ. ഇതിനു മുമ്പും പലതും വന്നിട്ടുണ്ട്, അവിടെ ഒന്നും നടന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന പാർട്ടിയാണ്. ഇതിനു മുമ്പ് പല ആളുകൾ, ഇപ്പൊ അദ്ദേഹം തന്നെ പറയുന്ന ഡയലോഗ് ഉണ്ട്, കൊമ്പ് കൊണ്ട് വരാൻ നിൽക്കരുത് എന്നുള്ളതാണ്. പറയുമ്പോ MV രാഘവൻ, അതായത് നമ്മളെ നികേഷ് കുമാറിന്റെ ഫാദർ പാർട്ടി വിട്ട് പോയ ആളാണ്. അയാൾ എന്നൊക്കെ പറഞ്ഞാൽ കണ്ണൂരിലെ രാഷ്ട്രീയം CPM-നെ ഉള്ളം കയ്യിൽ കൊണ്ടുവന്ന ആളാണ്. അയാൾ പാർട്ടി വിട്ടു പോയിട്ടും CPM-ന് പ്രത്യേകിച്ച് ഒരു ഡാമേജ് ഒന്നും പറയാൻ വേണ്ടി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതില് പാർട്ടി സംബന്ധിച്ചോളം അൻവർ പോകുന്ന അത്ര വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഭവമല്ല. പക്ഷെ അതാണ് അവിടെ ഒരു സംഭവം ഉണ്ടാവുന്നത്, വലിയൊരു ഓളം സൃഷ്ടിച്ചിട്ടാണ് പോകുന്നത്, വലിയ രീതിയിൽ ചോദ്യം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അതിനെ നേരിടാൻ വലിയൊരു സമയം ആക്ച്വലി പാർട്ടിക്ക് ആവശ്യമുണ്ട്. ആ സമയം വലിയൊരു കുറവ് തന്നെയാണ്. കാരണം മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ ഇതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് പോകുന്ന ഒരു അവസ്ഥ
ഒരു പരിധി വരെ ഉണ്ടാവും. അത് തിരിച്ചടിയായിട്ട് ഏൽക്കുകയും ചെയ്യും. പക്ഷെ അതുകൊണ്ടൊന്നും തളർത്താനൊന്നും കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അല്ല, അൻവർ മനസ്സിലാക്കണ്ട, ഇതിനു മുമ്പും പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരൊക്കെ ഇപ്പൊ എവിടെയുള്ളത് ഉണ്ട്. ഓക്കെ, അവർക്ക് എന്താ അല്ല, അതിനു മുന്നേ 1 മാസം മുമ്പേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാത്രല്ല, ഇനി അണികൾ ചിഗരൊക്കെ വെച്ചാൽ അണികൾക്ക് ഇവിടെ ഒരു ഫീൽ വരാണ്ട്, ഒരു വികാരം ഉണ്ട്. എന്ത് അൻവർ യഥാർത്ഥ ഇരട്ടച്ചങ്കൻ, അല്ലെങ്കിൽ ഒരു ഭയങ്കര സംഭവം, ഇങ്ങനെ ഒരു പാർട്ടിനെ പൊളിച്ചടിക്കാണ് വരുന്നത്, സംഭവം കോളം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സമയം കൊടുക്കാത്തത്. കാരണം ഇയാൾക്ക് എത്രയും പെട്ടെന്ന് ആവശ്യം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ സമയം കൊടുക്കരുത്. കാരണം സമയം കൊടുത്താൽ തെളിയിക്കപ്പെടും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ചെറിയൊരു ശതമാനം സഖാക്കളുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അവരാണിത് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ അജണ്ട എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ രാഷ്ട്രീയമാണ്, അത് നിങ്ങളാണ് മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായി അൻവറിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു. പക്ഷെ നമ്മളത് പാർട്ടിയായിട്ട് കണക്ട് അത് നമ്മൾ അറിയണം. ഉദ്ദേശശുദ്ധി മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും ശരിയാണോ എന്നറിയേണ്ടതുണ്ട്. അതിന് നമ്മൾ സമയം കൊടുക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. ഒറ്റയടിക്ക് ഒരു തീരുമാനം എടുക്കും. ഇപ്പൊ ADGP എന്നൊക്കെ പറഞ്ഞ ഒരു കണ്ണടച്ചുറങ്ങുമ്പോഴേക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനം അല്ല ഒന്നും. അതിലൊക്കെ ഒരുപാട് ആ സമയം കൊടുക്കണം. ആ സമയം കൊടുക്കാതെ ഇപ്പൊ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശമാണ്. പോരാത്തതിന് VD സതീശനുമായി 1 മാസം മുന്നേ ചർച്ച നടത്തിയ ഈ ഒരു സാഹചര്യത്തിൽ ഇനി പിന്നെ ഇന്നലത്തെ ജനക്കൂട്ടം ആൾക്കൂട്ടത്തിനെ പറ്റി ഭയങ്കര ബഹളമുണ്ട്. അത് ഞാൻ പറഞ്ഞു. ഓൾറെഡി എന്നെ പോലെയുള്ള ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ സംസാരിച്ച പല ആളുകളും എന്ത് ആണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, അത് അൻവറിന്റെ ഒരു സൈക്കോളജിക്കൽ നീക്കമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്തൊക്കെയോ തെളിവുകൾ പുറത്തു വിടുന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പരിപാടികൾ നടത്തിയിട്ടുള്ളത്. പക്ഷെ കാര്യമായിട്ട് ഒരു തെളിവും ഇന്നലെ അവിടെ പുറത്തു വിട്ടിട്ടില്ല. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിച്ചു, അൻവറിന്റെ കുറച്ച് രാഷ്ട്രീയം പറഞ്ഞു എന്നല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒരു തെളിവൊന്നും ഇന്നലെ പുറത്തുവിട്ടില്ല. ഇന്നലെ അവിടെ പങ്കെടുത്തതിൽ 90% ആളുകളും ഈ പറയുന്ന കോൺഗ്രസ്സുകാര്, ലീഗുകാര്, നിഷ്പക്ഷരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കോൺഗ്രസ്സുകാര്, ലീഗുകാരാണ്. വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ സഖാക്കൾ പങ്കെടുത്തിട്ടുള്ളൂ. അവിടെ സ്വാഗതം പറഞ്ഞ ആള് പാർട്ടിയുടെ വലിയ നേതാവ് എന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അയാൾ 2020 പാർട്ടി പുറത്താക്കിയ ആളാണ്. 2020 പുറത്താക്കിയത്. അതായത് 4 വർഷത്തോളം അയാൾ പാർട്ടിയിൽ സജീവ പ്രവർത്തകനല്ല, പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്ത ആളാണ്. അയാളാണ് ഇപ്പൊ പാർട്ടിയുടെ കൂടെ. അയാൾ നേരിട്ട് കേട്ടതാണ്, ഞാൻ നേരിട്ട് കേട്ട ആളാണ്. അയാൾ പറയുന്നത് എന്താ വെച്ചാൽ, പാർട്ടിയുടെ നിലവിൽ നിന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും, പാർട്ടിയുടെ മുൻ ലോക്കൽ സെക്രട്ടറി, വായിക്കടവ് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്, അത് ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് പറയില്ല, പക്ഷെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ സഖാക്കൾ എന്ന് പറയുന്നത് യഥാർത്ഥ പാർട്ടിക്കാരട്ടോ, യഥാർത്ഥ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളുകൾ ഒരാളും എന്തെങ്കിലും അത് കാള വെറ്റു നിൽക്കുമ്പോൾ കയറിയിട്ട് പോണ ആൾക്കാരല്ല. അവരുടെ ആദ്യത്തെ ചർച്ച, ആദ്യത്തെ പ്രതിഷേധം, ആദ്യത്തെ ചോദ്യം ചെയ്യൽ അത് പാർട്ടിക്കുള്ളിലാണ്, കമ്മിറ്റികളിലാണ്. അത് ഏത് സെക്രട്ടറി ആണെങ്കിലും ഏത് മുഖ്യനാണെങ്കിലും അവർ ചോദിക്കും. അത് ചോദിച്ച് അവിടെ മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ, അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ മാത്രമാണ് പബ്ലിക്കിലേക്ക് ഇത് വരുള്ളൂ. കാരണം അവരുടെ ചർച്ച, അതുകൊണ്ടാണ് ആ പാർട്ടി നിലനിൽക്കുന്നത് ഇപ്പോഴും. ഇല്ലാണ്ടെങ്കിൽ എപ്പോഴോ പോയിട്ടുണ്ടാവും. ഇപ്പൊ പല സ്ഥലങ്ങളും പോയി എന്ന് പറയുന്നുണ്ട്. ശ്രീലങ്കയിൽ എന്ത് സംഭവിച്ചു? ഇപ്പൊ തിരിച്ചു വന്നു. അപ്പൊ ബംഗാളിൽ തിരിച്ചു വരുന്നുണ്ട്, പല സ്ഥലങ്ങളും തിരിച്ചു വരുന്നുണ്ട്, സ്ട്രോങ് ആയിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് പാർട്ടി നിലനിൽക്കുന്നത് കൊണ്ടാണെന്ന്. ഇപ്പൊ കാരണം ഞാൻ പറയുമ്പോൾ ഒരാൾക്കാർ ചോദിക്കും, എന്നിട്ട് ഇപ്പൊ എവിടെയാന്ന്. അതുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇലക്ഷൻ വരുമ്പോഴേ പാർട്ടിയുടെ സാഹചര്യ അവസ്ഥയൊക്കെ അറിയുള്ളൂ. ഇനി ഇന്നലത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മാധ്യമങ്ങൾ പരമാവധി അതിന്റെ CPM-ന്റെ ആളുകളായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ തന്നെ പറയുന്ന പല അത് ചോദിക്കുന്നത് നിങ്ങള് ഇപ്പൊ പാർട്ടിക്കാരനാണോ അതിപ്പോ സപ്പോർട്ട് ചെയ്യുന്ന ചോദിക്കുന്നുണ്ട്. അവര് എന്താ വെച്ചാല് നിഷ്കളങ്കരായ മനുഷ്യന്മാരാണ്. അവർ സത്യം അവർ തന്നെ പറയുന്നത്. വേറെ കാര്യമുണ്ട്, നമുക്കറിയുന്ന കോൺഗ്രസ്സുകാരും ലീഗറുണ്ടല്ലോ. ഞങ്ങളുടെ പോയപ്പം നമുക്കറിയുന്ന പല കോൺഗ്രസിന്റെ ഉന്നതരെന്ന് പറയാൻ പറ്റില്ല, പ്രാദേശികമായിട്ടുള്ള നേതാക്കള്, ലീഗിന്റെ പ്രവർത്തകർ വന്നിട്ടുണ്ട്. അപ്പം അവരെന്താ വെച്ചാല് മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നത്, അൻവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി പിന്നെ അവിടെ കോൺഗ്രസിനെ അടക്കം നിഷ്പക്ഷം, അതായത് എന്താ പറയാ, ഡയറക്റ്റ് അല്ലാതെ വിമർശിക്കുന്നുണ്ട്. അതും ഇവര് കേട്ട് നിൽക്കണം ഈ ആൾക്കാര്. അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ ആ വീഡിയോ നമുക്ക് ജസ്റ്റ് കേട്ട് നോക്കാം. ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ച് പറയുന്ന വീഡിയോസ് അത് കുറെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് വെക്കണം. വ്യക്തി ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നു എന്നുള്ളതൊക്കെയാണ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അതെ പാർട്ടി അല്ലായിരുന്നു അല്ലായിരുന്നു അൻവറിനോടുള്ള ആഭിമുഖ്യം വന്നാണ്. എങ്ങനെ തന്നെ? അതെ, നേരത്തെ CPM-ആയിട്ട് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് അൻവറിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. 1 വർഷത്തിൽ ഞാൻ തോന്നി അതുകൊണ്ട് വന്നു.
സ്വാഭാവികം. രാഷ്ട്രീയ ചായ്വുകളും ഇല്ല. കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരാണ്. അൻവറിനൊപ്പം CPM-ലേക്ക് വന്ന കോൺഗ്രസ് അല്ലല്ല. അൻവറിനൊപ്പം വന്ന് എന്തൊക്കെ ചോദ്യം. നിലപാടുകള് ശരിയാൻ തോന്നി. അതെന്ന് വെച്ചാൽ അവിടുന്ന് ഒരാള് അത് അങ്ങനെ കിട്ടണവർക്ക് ഫൈറ്റ് കിട്ടണം. എല്ലാവരും പങ്കെടുക്കും. സാക്ഷ്യങ്ങളൊക്കെ പങ്കെടുക്കും. CPM അംഗങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശമുണ്ടല്ലോ, പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് താക്കീത് മുന്നറിയിപ്പൊക്കെ ഉണ്ട്. CPM-ന്റെ നമ്മള് CPM-ന്റെ ആളല്ല. ഇതുകൊണ്ട് വന്നു എന്തൊക്കെ രീതിയിലെ വളച്ചൊടിക്കാൻ അല്ലേ? അതിന് മുമ്പ് ഒരു കാര്യം പറയണ്ട. അത് ആ വെള്ളട്ട കാക്കാണ് ചോദിച്ചല്ലോ പോയിട്ട്. അത് CPM അത് നേരെ ആദ്യം ചോദിച്ചു, CPM-മാരാണോ പുതിയ CPM-മാരനാണോ അൻവറിനെ അതായത് ഓൾറെഡി മുൻ കോൺഗ്രസ്സുകാരനും അൻവർ CPM-ലേക്ക് വന്നപ്പോ അങ്ങനെ CPM-ലേക്ക് വന്ന് ഇപ്പൊ അൻവർ പോകുമ്പോ തിരിച്ചു പോകുന്ന ആളാണോ എന്നാ ചോദിച്ചത്. അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരനാണ്, ഇന്ന് കോൺഗ്രസ്. അല്ല, അത് കഴിഞ്ഞ അവസാനം കാക്കേണ്ടത് പോയി ഏട്ടനെ ആക്കിയാണോ എന്തോ പോയി ചോദിച്ച ചോദ്യേ അത് ചോദിച്ചിട്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. അതായത് CPM-മാരനാണോ എന്നൊക്കെ ചോദിക്കേണ്ട പകരം അതൊന്നും ചോദിച്ചില്ല. CPM-മാരനാണോ പാർട്ടി ഒന്നും ചോദിക്കാൻ നേരെ അല്ല, CPM-മാർക്ക് പൊതുവെ ഒരു ഇതുണ്ടല്ലോ, അത് പങ്കെടുക്കരുത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇയാള് അത് കേട്ടിട്ട് അതെ എന്ന് പറഞ്ഞാൽ അപ്പൊ CPM-മാരായി. ഈസി അല്ലേ തെറ്റിദ്ധരിപ്പിക്കല്? ഒന്നുകൂടി ക്ലിയർ ആയി ചോദിച്ചപ്പോഴാണ് ക്ലിയർ ചോദിക്കല്ല, പുള്ളി ഈസി ആയിട്ട് പറഞ്ഞു. അല്ല, ഞാൻ പാർട്ടിക്കാരനാണ് പറഞ്ഞു. പാർട്ടിക്കാരനല്ല, ഞാൻ കോൺഗ്രസ്. അടുത്തത് അത് കോമഡി ആയിട്ടോ. ഞമ്മക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയം ഉണ്ട്. അൻവറിനൊപ്പം അത്രേ ഉള്ളൂ. പാർട്ടി മെമ്പർ എന്തൊക്കെയാണോ? CPM മെമ്പർ? പാർട്ടി മെമ്പർ എന്നല്ല, പാർട്ടി നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളാണ്. ഈ 2 വർഷം ഇവിടെ സ്ഥലം എവിടെയാണ്? അവിടെ മഞ്ചേരി ഭാഗത്ത്, മലപ്പുറം ഭാഗത്ത്. മഞ്ചേരി ഭാഗത്താണ് അല്ലെ? അത് ശ്രദ്ധിക്കണം. നിലമ്പൂർ ആൾക്കാർ മാത്രമല്ല, കോഴിക്കോട് നിലമ്പൂർ ഒരു ആൺകുട്ടി പറഞ്ഞാണ് അത് കാണാൻ ആൺകുട്ടികളില്ല. നിലമ്പൂർ ഒരു ആൺകുട്ടി വന്നപ്പം, അതായത് ഇവർക്ക് ഇപ്പൊ എന്താണ് അൻവർ ആൺകുട്ടിയായത്? CPM-നെതിരെ വിമർശനം വന്നപ്പോഴാണ് ആൺകുട്ടിയായത്. അതെന്താ അത് പാർട്ടി ബേസിലാണ് പറയണത്. ഓരോ കാര്യം പോട്ടെ. അടുത്ത് നിലമ്പൂർ മണ്ഡലത്തിലാണ്. അൻവറിനൊപ്പമാണോ അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം? അൻവറിനൊപ്പം. നേരത്തെ CPM-നൊപ്പം അല്ലല്ല, നേരത്തെ കോൺഗ്രസ്സുകാരനെ. നേരത്തെ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. നമ്മൾ പറയുന്നത് 100% കോൺഗ്രസ്സുകാരാണെന്നല്ല, ചെറിയ ശതമാനം സഖാക്കൾ പോയിട്ടുണ്ട്. ചിലപ്പോ ചെറിയ സപ്പോർട്ടും വന്നിട്ടുണ്ടാവാം, അതല്ല പറയുന്നത്. പക്ഷെ ആ വന്നത് മൊത്തം CPM-ന്റെ അണികൾ. അതായത് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോഴേക്ക് മാധ്യമങ്ങളടക്കം ഒരു ശ്രമം നടത്തുന്നുണ്ട്. കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം മാധ്യമങ്ങളാണ്. അതെ, കാരണം നിലമ്പൂർ ഇന്ന് വരെ കാണാത്ത സംവിധാനങ്ങൾ, ലൈവ് സംവിധാനങ്ങളൊക്കെ വാഹനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് വലിയൊരു സംഭവമാക്കി സൃഷ്ടിച്ചത് മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പൊ ആ വന്ന ആളുകളൊക്കെ CPM-മാരും CPM-ന്റെ അനുഭാവികളാണെന്നും ഒക്കെ നിലമ്പൂരുകാരാണെന്നുള്ളതൊക്കെ തെറ്റിദ്ധാരണയാണ്. അത് കോഴിക്കോട്, വട്ടാമ്പി, കുറ്റിപ്പുറം, മലപ്പുറം ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അൻവർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട് CPM-ൽ നിന്ന് വിമർശനം ഉന്നയിച്ച് പോയിട്ടുള്ള ഒരാളാണ്. അത് മാത്രമല്ല, മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി ഒരു വിഷയമായിട്ട് പോയിട്ടുള്ള ഒരാളാണ്. ആരാന്നറിയോ? നമ്മൾ അബ്ദുള്ള കുട്ടി. അബ്ദുള്ള കുട്ടി ഇപ്പൊ എവിടെയാണുള്ളത്? എല്ലാവർക്കും അറിയാലോ അയാൾ എവിടെ ഉള്ളത്. നിസ്കാരം ബന്ധപ്പെട്ട് എന്താ വിഷയം ശരിക്കും പാർട്ടിയില്? അതായത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അയാൾ സമ്മതിച്ചില്ല. അതായത് നമ്മുടെ ജില്ലാ സെക്രട്ടറി, അവരുടെ പേര് ശശിധരൻ എന്താണ്, എന്തോ ആള് പേര്, മൂപ്പർക്ക് താല്പര്യമില്ല, മൂപ്പര് ഒരു RSS ചായ്വുള്ള ആളാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ അങ്ങനെ ഈ ഓൾറെഡി KT ജലീല്, നമ്മുടെ V അബ്ദുറഹ്മാൻ, അങ്ങനെ പല ആളുകൾ ഓൾറെഡി നമ്മുടെ ഈ പറയുന്ന CPM-ന്റെ ഭാഗത്തുള്ള ആളുകളായിട്ടുള്ളവരുണ്ട്. അവരൊന്നും ഈ ഒരു സംഭവം പറഞ്ഞിട്ടില്ല, ഈ ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ല. പിന്നെ ഈ മതത്തിന്റെ കാർഡ് ഇറക്കുക എന്നുള്ളത് ഒരു നിലനിൽപ്പിന്റെ ആവശ്യമായിട്ട് വരുമ്പോൾ അത് ആരായാലും ജസ്റ്റ് പറഞ്ഞിടും എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനത്തെ ഒരു ഇതൊന്നും പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ്. നിസ്കാരത്തിന്റെ നമുക്കറിയില്ല. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അൻവറിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ട്. ആ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അപ്പോഴും ഞാൻ വീണ്ടും എന്റെ ഒരു എന്താ പറയാ കൺസേൺ എന്താന്ന് വെച്ചാല്, ഇപ്പം മേ ബി UDF-ലേക്കോ കോൺഗ്രസിലേക്കോ വന്നു കഴിഞ്ഞാൽ അൻവറിനെ എവിടെ കൊണ്ടുപോയാണ് അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നിലമ്പൂർ എന്തായാലും സീറ്റ് വിട്ടുകൊടുക്കാൻ ഉറപ്പാണത്. അത് പോസിബിളേ അല്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. മുന്നോട്ട് വെച്ചേക്കാം, പക്ഷെ അത് അണികൾ എന്തായാലും ഷൗക്കത്ത്, പിന്നെ കൂടെ തന്നെ പറഞ്ഞേക്കുന്നപ്പോ വളർന്നു വന്നിരിക്കുന്ന VS ജോയ്,
VS2 അവർക്ക് തള്ളിയിടാവുന്നേ ഉള്ളൂ. ഒന്ന് ആരുടെ ഷൗക്കത്തിന് തള്ളിയിടാൻ നേതാവാണ് ഷൗക്കത്തിനൊന്നും ചെയ്യാൻ കഴിയും തോന്നുന്നില്ല. അപ്പം അവിടെ ഓൾറെഡി തഴഞ്ഞതാണ് ഒരു വട്ടം. പിന്നെ ഓൾറെഡി ലീഗിന്റെ പ്രാദേശികമായിട്ടുള്ള ഒരു വന്നപ്പോ തന്നെ അണികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ശക്തമായി എതിർത്തിട്ടുണ്ട്. കാരണം അതിനിപ്പോ മനാഫ് കൊലപാതക കേസുമായി ബന്ധപ്പെട്ടൊക്കെ പല പ്രശ്നങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും അൻവറിനോട് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു അത് മാറും. കാരണം ഇവിടെ എല്ലാം വന്ന ലീഗുകാരും പാർട്ടിക്കാരും തന്നെ കോൺഗ്രസ് തന്നെ കൂടുതൽ വന്നിട്ടുള്ളത്. സപ്പോർട്ട് ചെയ്തെന്താ അറിയാം, അക്കോമഡേറ്റ് ചെയ്യാന്നുള്ളത് വലിയ പ്രശ്നമാണ്. അല്ല അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിനെ ഈ CPM കുറ്റം പറയുക, CPM തളർത്തുക എന്നുള്ള ഇതിനോടുകൂടി തന്നെ കുറെയൊക്കെ അങ്ങനെ കാണും. കാരണം മൂപ്പർക്കൊരു ജയസാധ്യത ഉണ്ട് അവിടെ. മനസ്സിലായോ? ഇവിടെ എന്താ പ്രശ്നം വരുന്നത്? പ്രശ്നം വരുന്നത് എവിടെ? എന്തുകൊണ്ടാണ് പ്രശ്നം വരുന്നത്? ഈ അദ്ദേഹം വരുമ്പോ മറ്റുള്ളവർ എന്ത് ചെയ്യും? ഇതാണ് ചോദ്യം, അല്ലേ? ഇപ്പൊ ഷൗക്കത്തിന്റെ അണികളായിട്ടുള്ള ഷൗക്കത്തിന് സപ്പോർട്ട് ചെയ്യാനുള്ള അവരോട് എന്ത് പറയും? അവരിത് ഏത് രീതിയിൽ എടുക്കും? ഇതൊക്കെയാണ് പ്രശ്നം. പുള്ളിക്ക് ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിലമ്പൂർ അല്ലാത്തൊരു ഏരിയയിൽ വന്നാൽ അതിന് സാധ്യത ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. കണ്ടെത്തും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല. കോൺഗ്രസിന് പുറത്തുനിന്ന് ഒരാൾക്ക് സ്ഥാനാർത്ഥിയെ പരിഗണിക്കാന്ന് പറയുന്നതൊക്കെ പ്രാദേശികമായിട്ട് വൻ പ്രശ്നമാകും. പിന്നെ അൻവറിനെ ഇവിടെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യും. തൊട്ടടുത്തുള്ള വണ്ടൂർ വണ്ടൂർ ഓൾറെഡി മറ്റേ സംവരണ സീറ്റാണ്. മറ്റേ ഇവിടെ KT ജലീലിന്റെ മണ്ഡലം അവന്നൂര് കോൺഗ്രസിന്റെ സീറ്റാണ്. CPM ആണ് ടൈമിലായിട്ട് വന്നിട്ടുള്ളത്. അവിടൊക്കെ വേണമെങ്കിൽ മത്സരിക്കാം. അവിടെ ഓൾറെഡി കോൺഗ്രസ് മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഫിറോസ് കുന്നമറവിനെ കൊണ്ടുപോയിങ്ങാണ്ട് അങ്ങനെ സ്ഥലങ്ങളുണ്ടാവും. അതൊന്നും വിഷയമുള്ള കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല, പുതിയൊരു പാർട്ടിയാണോ ചിന്തയിലൊന്നും ചോദിക്കുന്നുണ്ട്. അതും പറയാൻ പറ്റില്ല. പുതിയ പാർട്ടിയാണെങ്കിൽ UDFില് LDFില് വരണല്ലോ. അല്ലാതെ ചെറിയൊരു പാർട്ടി രൂപീകരിച്ചൊന്നും ജയിക്കാൻ കഴിയില്ല. അപ്പൊ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഭയങ്കര സസ്പെൻസ് ആയിട്ട് പ്രത്യേകിച്ച് നിലമ്പൂരാര് ഭയങ്കര സസ്പെൻസോട് കാത്തിരിക്കണേ എവിടെ ചെന്ന് നിൽക്കും. ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് പതുക്കെ നൈസായിട്ട് മാറാനാണ് ചാൻസ്. പക്ഷെ കോൺഗ്രസിനുള്ളിൽ തന്നെ അണികളിൽ നിന്നും നേതാക്കളിൽ നിന്നും തന്നെ വിമർശനം വരാനും സാധ്യതയുണ്ട്. കാരണം ഈ പറയുന്ന ഈ അൻവറിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ കോൺഗ്രസിന് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇനി അവര് ആരോപണം വിഴുങ്ങുകയാണോ ചെയ്യുക, അതോ എന്താ ചെയ്യാന്നുള്ളത്? അതായത് ഇപ്പോ ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ളൊരു പാതയിലാണ് ഇവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ പറയല്ല, പണ്ടറ പറഞ്ഞ വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അതിന്റെ വീഡിയോസും സാധനങ്ങൾ കയ്യിലുണ്ട്. അപ്പൊ ഇപ്പൊ കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞാൽ അൻവർ കോൺഗ്രസിനെ വിമർശിച്ച വീഡിയോസ് നിയമസഭയിൽ അടക്കം വീഡിയോ സതീശനെതിരെ 150 കോടിയൊക്കെ കോയ വാങ്ങി എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഉണ്ട്. അതുപോലെ രമേശ് ചെന്നിത്തലക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങള്, സുധാകരനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങള്, നേരെ തിരിച്ച് ഇവര് അൻവറിന് ഉപയോഗിച്ചിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വീണ്ടും പബ്ലിക് ഡൊമൈനിൽ ഇട്ടിട്ട് അലക്കും. അതായത് ആര്? CPMന്റെ സൈബർ പറയുന്ന ആളുകള്. അപ്പം അതൊക്കെ അത്രയും ആലോചിച്ചിട്ട് തന്നെ ആയിരിക്കണം. എന്താണെങ്കിലും വളരെ സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പൊ പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാതെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്. സ്വയം ഒരു അവസരം കിട്ടുന്നിടത്ത് സ്വർഗം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. കോൺഗ്രസ് പോയ കോൺഗ്രസ് നല്ല ആൾക്കാര്, തിരിച്ചു വരും മറ്റൊരു കുറ്റക്കാര്. പക്ഷെ വേറെ കാര്യം എനിക്ക് 100% ഉറപ്പാണ്, കോൺഗ്രസിൽ പോയാലും അധികകാലം അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊരു വാസ്തവമാണ്. അതായത് PC ജോർജിന്റെ ഒക്കെ അവസ്ഥയിലേക്ക് പതുക്കെ അങ്ങനെ പോകാനുള്ള സാധ്യത. അല്ല, കാല് വാരി പോകുന്ന ആളുകളെ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അത് ഒരു നിലനിൽപ്പില്ലാത്ത പരിപാടി തന്നെയാണ്. കണ്ടറിയാം. എനിക്കാണല്ലോ ഇതിൽ കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം അത് കണ്ടറിയുന്നതാണ്. എന്താണെന്ന് നമുക്ക് കണ്ടറിയാം.